മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ തയ്യാറെടുത്ത തൃശൂർ കോർപ്പറേഷൻ മാർച്ച് അവസാനത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് ഏറ്റവും അനുയോജ്യം നിലവിലെ സാഹചര്യമാണ്. തോടുകളും ചാലുകളും മറ്റും വെള്ളം വറ്റിക്കിടക്കുന്നതിനാൽ അവിടങ്ങളിലെ മണ്ണും ചെളിയുമടക്കം നീക്കം ചെയ്യാൻ സാധിക്കും. ഇതിനു പുറമെ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചണ്ടിയും പായലും നീക്കും. ഇതിനാവശ്യമായ യോഗങ്ങൾ നേരത്തെ ചേർന്നുവെന്ന് മേയർ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ പ്രവൃത്തികൾ തുടങ്ങാൻ തീരുമാനിച്ച ഭരണസമിതിയെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ അനുമോദിച്ചു. അതേസമയം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന വാർഡ് തല സമിതി രൂപീകരണം, കൗൺസിലർമാർക്ക് കൃത്യമായ നിർദ്ദേശം, ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തൽ എന്നിവ ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആക്ഷേപം ഉന്നയിച്ചു. നഗരപരിധിയിലെ കെട്ടിടങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നൽകേണ്ട ട്രേഡ് ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം അകറ്റണമെന്ന് കൗൺസിലർമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. 1500ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളെ K-സ്മാർട്ടിലേക്ക് മാറ്റിയപ്പോൾ താമസം എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ഇതുമൂലം ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വിഷയത്തിൽ തൽക്കാലം 6 മാസത്തേക്ക് ലൈസൻസ് പുതുക്കി നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. എന്നാൽ 6 മാസത്തിനുള്ളിൽ പ്രത്യേക സമിതി രൂപീകരിച്ച് സർക്കാരിനെ സമീപിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും വ്യക്തമാക്കി. TCV തൃശൂർ.